അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അമേരിക്കയോട് ചോദിക്കുന്നു, നിങ്ങൾ ഏത് പക്ഷത്തോടൊപ്പമാണ്? നിങ്ങൾ വ്യാപാരത്തിന് വേണ്ടി താൽക്കാലികമായി മാത്രമേ ഓരോ രാജ്യങ്ങളെയും സൗഹൃദത്തോടെ കാണുകയുള്ളൂ. ഞങ്ങളിൽ, അതായത് അറബ് രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാനും നിങ്ങളുടെ സൈനിക വിന്യാസത്തിനും വേണ്ടിയുള്ള വെറും ഒരു സൗഹൃദം മാത്രമാണെങ്കിൽ അത് അവസാനിപ്പിച്ചോളൂ എന്നൊരു താക്കീത് സൗദിയും ഖത്തറുമൊക്കെ നൽകുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇതൊരു പക്ഷേ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും, ആഘാതമാകും. ഇസ്രയേലുമായുള്ള പല കാര്യങ്ങളിലും അമേരിക്കയുടെ എതിർപ്പ് ഇപ്പോൾ പരസ്യമായി വരികയാണ്. അമേരിക്ക നേരത്തെ എടുത്ത നിലപാട് പോലെയല്ല. നമുക്കറിയാം, ട്രംപ് ഇസ്രയേലി പാർലമെൻറ്റിൽ ചെന്ന് പ്രസംഗിച്ചത് ഇസ്രയേൽ ചരിത്രപരമായ നീക്കമാണ് ഫലസ്തീനിൽ നടത്തിയത് എന്നൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമലംഘനമുണ്ടായിരിക്കുന്നു, ഇസ്രയേൽ നടത്തുന്നത് ശരിയായ നിലപാടല്ല എന്ന് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറയുമ്പോൾ അമേരിക്കയ്ക്ക് വെറുതെ ഇളിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിന് കൃത്യമായി നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറാവുക. ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറയുക, ഞങ്ങൾക്ക് മറ്റു വഴികളുണ്ട് എന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു. ഇതാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യം. അമേരിക്ക ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ ശരിക്കും പെട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് നന്നായി അറിയാം, അറബ് രാജ്യങ്ങളുടെ പിന്തുണയില്ല എങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് കാര്യമായി ഒരു നീക്കവും നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റഷ്യ അവിടേക്ക് ഒരു വലിയ നിക്ഷേപവും ഒരു വലിയ സൈനിക വിന്യാസവും കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങിയാൽ പിന്നെ അമേരിക്കയ്ക്ക് ഏഷ്യയിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാകും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിലെ മൊത്ത വ്യാപാരം വെച്ചവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അത് വലിയ തിരിച്ചടിയാകും. ജനസംഖ്യയുടെ കാര്യത്തിൽ മറ്റേത് ഭൂഖണ്ഡത്തെക്കാളും നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലും ഉള്ള ജനസാന്ദ്രത, ഇവിടുത്തെ കച്ചവടം, ഇവിടുത്തെ വാണിജ്യം എന്നുള്ളത് ഏതൊരു രാജ്യത്തിനും സ്വപ്ന പദ്ധതിയാണ്. നമുക്കറിയാം, എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് റഷ്യയെ തളർത്താൻ US പരക്കം പാഞ്ഞ് നടക്കുന്നത് എന്നുള്ളത്. അതിനിടയിൽ ഇത്തരത്തിൽ കൃത്യമായ നിലപാടുമായി അറബ് രാജ്യങ്ങൾ ഒത്തുകൂടിയാൽ, ഒരുമിച്ച് നിന്നാൽ അത് പല വ്യാഖ്യാനങ്ങൾക്കും കാരണമാകും. അമേരിക്കയ്ക്ക് ഇസ്രയേലിനോട് വിരോധമുണ്ടായിട്ടല്ല, മറിച്ച് ഇസ്രയേലുമായുള്ള ചില കാര്യങ്ങളിൽ അമേരിക്ക പരസ്യമായി എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹമാസിനെ ആക്രമിക്കാൻ എന്ന രീതിയിൽ ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത് ശരിയായ നിലപാടല്ല എന്ന് വാഷിങ്ടൺ പോസ്റ്റിൽ, പുറത്തു വരുന്ന പോസ്റ്റിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്.